നമസ്കാരം. മിനിറ്റിന് വിടുവായ്ത്തരം പറയാനും ഒരു കള്ളം തന്നെ 1000 തവണ ആവർത്തിക്കാനും കിടന്നിടത്ത് കിടന്ന് ഉരുളാനുമെല്ലാം PhD എടുത്ത ഒരു മഹാനുണ്ട് നമ്മുടെ കേരളത്തിൽ. ആ മഹാനെ കാണണമെങ്കിൽ ഒന്ന് തിരുവനന്തപുരം വരെ വന്ന ക്ലിഫ് ഹൗസിലേക്ക് എത്തി നോക്കിയാൽ മതി. അവിടെ ഉമ്മറപ്പടിയിൽ ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ ഇരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാര്യം അദ്ദേഹം ഇരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയിലായതുകൊണ്ട് ഇതിൽ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ കൂടെ അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. ഇനി എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ശിങ്കടികളും ചേർന്നുകൊണ്ട് കഴിവിൽ പരമാവധി ചെയ്തു വെച്ചിരിക്കുന്ന അഴിമതിയുടെയും കൊള്ളത്തരത്തിന്റെയും അനന്തരഫലമായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നിരിക്കുന്നത്. പണ്ടുകാലത്തൊക്കെ ഉള്ളതെല്ലാം വിറ്റുതൊലച്ച് കള്ളും കുടിച്ച് കുടുംബം നശിപ്പിക്കുന്ന സമൂഹത്തെ നാം കണ്ടിരുന്നു. അതേപോലെയാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തെ നശിപ്പിക്കുന്നത്. കേരളത്തിന് ഉള്ളതെല്ലാം പെറുക്കി ദൂർത്തടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായി കടത്തിനു വേണ്ടി കേന്ദ്രത്തിന് പിന്നാലെ അലയുകയാണ് സംസ്ഥാന സർക്കാർ. കടമെടുത്ത് മുടിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ഇനി 5 പൈസ കടമെടുക്കാനുള്ള അനുമതിയില്ല എന്നാണ് കേന്ദ്രം വിധി എഴുതിയിരിക്കുന്നത്. എന്നിട്ടും കേരള സർക്കാരിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ കാര്യങ്ങളുടെ കിടപ്പുവശം വ്യക്തമായിട്ടില്ല. ഇപ്പോഴും കേന്ദ്രത്തെ പഴിചാരി സർക്കാരിന്റെ പിടിപ്പുകേടിനെ വെളുപ്പിക്കാനാണ് പിണറായി സർക്കാർ ശ്രമം തുടരുന്നത്. സംസ്ഥാനങ്ങളുടെ ധനകാര്യ അധികാരങ്ങളുടെ മേൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച വിഷയം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് കേരളത്തിന്റെ വലിയ വിജയമാണ് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. സംസ്ഥാനം ഉന്നയിച്ച വാദങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇതെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ 13,608 കോടി രൂപ മാർച്ച് 19 കേന്ദ്രം നൽകിയതുകൊണ്ട് തന്നെ അധിക വായ്പയ്ക്കുള്ള ആവശ്യം അനുവദിക്കാനാകില്ല എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നു. ഇത് പെരുപ്പിച്ചു കാട്ടി പ്രതിപക്ഷവും വലിയൊരു വിഭാഗം മാധ്യമങ്ങളും കേരളത്തിന്റെ നേട്ടത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിനെല്ലാം പിണറായി സർക്കാർ മറുപടി നൽകുന്നത്. LDF മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി വസീഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പൊതു യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് തങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന കടവും അതിന്റെ ഭാഗമായി നടക്കുന്ന കേസുമെല്ലാം കേരളത്തിന് വലിയ ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. കടമെടുപ്പ് പൂർണ്ണമായും നിയമസഭയുടെ അധികാര പരിധിയിലാണുള്ളതെന്നും സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദവും ഇത് തന്നെയാണെന്നും കേരളത്തിന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി ബാധിക്കുന്ന ഭരണഘടനാ പ്രശ്നമാണ് ഇതെന്നും കോടതി ഭരണഘടനാ ബെഞ്ചിന് അതുകൊണ്ടാണ് ഈ കേസ് വിട്ടതെന്നും ഫെഡറൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിയ വഴിത്തിരിവാകുന്ന ഇടപെടലാണ് ഇതെന്നും രാജ്യ ചരിത്രത്തിലെ സുപ്രധാന വിധിയാണിതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. എന്നാൽ ഇതെല്ലാം ഒന്നും അറിയാത്ത സാധാരണക്കാരന്റെ മലയാളികളുടെ മുന്നിൽ മാത്രം മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാനുള്ള മാസ് ഡയലോഗ് മാത്രമായിട്ടേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അത്രമാത്രം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം കനിയാതെ യാതൊരു തരത്തിലുമുള്ള ഒരു മുന്നോട്ടുള്ള ചുവടുവെപ്പ് കേരളത്തിനെ കൊണ്ട് സാധിക്കുന്നതല്ല. എങ്കിൽ പോലും കേന്ദ്രത്തെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് കേരള സർക്കാർ ഇത്തരത്തിൽ ഓരോ പരാമർശങ്ങളും അതുപോലെ തന്നെ നടപടികളും എടുക്കുന്നത്. എന്തായാലും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുഖ്യമന്ത്രി തഗ് ഡയലോഗുകൾ തുടരുന്നു എന്ന് തന്നെ ഈ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പറയേണ്ടിയിരിക്കുന്നു. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.